ഈ ഇന്ത്യക്കാരെയും പ്രത്യേകിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിച്ചവരുടെ ചരിത്രം പഠിക്കുക എന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ നാം പഠിച്ചിട്ടുള്ള ഒരു മുഗൾ ഭരണാധികാരിയാണ് ഔറംഗസേബ്. അദ്ദേഹം അങ്ങനെ ഇന്ത്യക്കാരെയും ഹിന്ദുക്കളെയെല്ലാം നിരന്തരം വേട്ടയാടിയിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്തായാലും ആ മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് മഹാരാഷ്ട്ര സർക്കാർ എത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉൾത്തിരിഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സ്മാരകം തന്നെ ഇടിച്ചു നിരത്തണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുമോ? സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഈ ശവകുടീരം അവിടുന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. മഹാരാഷ്ട്ര സംസ്ഥാനത്ത് തന്നെ അത് സ്ഥാപിക്കാനും അത് എവിടെയെങ്കിലും ഒരിടത്ത് ഈ പറയുന്നത് പോലെ സുരക്ഷിതമായിട്ട് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഇന്ത്യക്കാർക്ക് നിരന്തരം തലവേദനയായിരുന്ന അവരുടെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഇത്രയധികം ഉപദ്രവിച്ച് മറ്റൊരു മുഗൾ ഭരണാധികാരി ഉണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. അതെ, അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്രയും എതിർപ്പ്. ഹിന്ദുക്കൾക്ക് മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും എതിർപ്പ് അതുകൊണ്ടാണ്. ഇതിനൊരു വലിയ ചരിത്രമുണ്ട് ഈ ഔറംഗസേബിന്. ഈ ഔറംഗസേബ് മുഗൾ ചക്രവർത്തിയായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം വളരെ വേഗത്തിൽ ഹിന്ദു വേട്ട അഥവാ ഹിന്ദു വംശഹത്യ നടപ്പാക്കുകയായിരുന്നു. നിർബന്ധിത മതപരിവർത്തനം, അതുപോലെ ഹിന്ദു രാജാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുക, അവരുടെ രാജ്യങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, അവരുടെ ധനം കൊള്ളയടിക്കുക, ക്ഷേത്രങ്ങൾ തകർക്കുക, ക്ഷേത്രത്തിലെ ധനം കൊള്ളയടിക്കുക, അതുപോലെ അവിടുത്തെ സ്ത്രീകളെ ഉപദ്രവിക്കുക, ഇതൊക്കെ ഒരു വിനോദം പോലെ കൊണ്ടു നടന്നയാളാണ് ഔറംഗസേബ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ ഈ ശവകുടീരം, അത് ഇംഗ്ലീഷിൽ ടോംബ് എന്ന് പറയും. ഈ പറയുന്നത് പോലെ ഈ ഖബറിസ്ഥാനിൽ നമ്മൾ അടക്കിക്കഴിഞ്ഞാൽ അത് മീസാൻ കല്ലെല്ലാം വെച്ച് അതിനെ ഇങ്ങനെ പരിപാലിക്കും. അപ്പോൾ അത് ഖബർ എന്നാണ് അതിന് പറയുക. ആ ടോംബ് ഇപ്പോൾ അത് ഈ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് എന്ന് പറയുന്ന ഒരു ജില്ലയിലെ അതിൻ്റെ തലസ്ഥാനമായ ഔറംഗാബാദ് പട്ടണത്തിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കുള്ള അതിൻ്റെ പേര് ഛത്രപതി സാംഭാജി നഗർ എന്നാണ് അതിന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കുൽദാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഉള്ള ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം അവിടുന്ന് മാറ്റണം എന്ന ആവശ്യം ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അത് ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെയാണ്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് തന്നെ. നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ പോലും ഇത്തരം ഇവരിൽ എന്ത് മാതൃകയാണ് ഭാരതത്തിന് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വച്ചു നീട്ടുന്നത്? തീർച്ചയായിട്ടും ഔറംഗസീബ് നൽകിയ സംഭാവനകൾ എന്ത് എന്ന് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഔറംഗസീബ് എന്തൊക്കെ നഷ്ടം നമുക്ക് വരുത്തി, എന്തൊക്കെ നാശം വരുത്തി എന്ന് പഠിക്കുന്നതാണ്. സ്വന്തം ജ്യേഷ്ഠൻ ദാരാ ഷിക്കോഹ് എന്ന് പറയുന്ന സ്വന്തം ജ്യേഷ്ഠനെ ഉപനിഷത്തുക്കൾ അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അത് അറബി ഭാഷ ഉപയോഗിച്ച് ഉപനിഷത്തുക്കളിലെ എന്താ പറയുക, അതിൻ്റെ കണ്ടന്റ്, ഉപനിഷത്തുകളിലെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ അദ്ദേഹം അറബിയിലേക്ക് തർജ്ജമ ചെയ്തു. അതുപോലെ തന്നെ ഈ സർവമത സാരം, എല്ലാ മതങ്ങളും ഈശ്വരനിലേക്കുള്ളതാണ് എന്ന് മാത്രമല്ല, ഈ ഹൈന്ദവ സാഹിത്യം, വൈദിക സാഹിത്യം നന്നായിട്ട് പഠിച്ചയാളായിരുന്നു ദാരാ ഷിക്കോഹ്. ആ ദാരാ ഷിക്കോഹിനെ അതിമൃഗീയമായി വളരെയധികം വേദനിപ്പിച്ച് എന്താ പറയേണ്ട, ഓരോ ഈ വിരലുകൾ പോലും മുറിച്ച് ഇനി എഴുതരുത് എന്ന ഇതിൽ വിരലുകൾ പോലും മുറിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരാളാണ്. സ്വന്തം ജ്യേഷ്ഠനാണ്. ഒന്ന് ആലോചിക്കണം. ഒരേ ചോരയിൽ പിറന്നതാണ്. അങ്ങനെയുള്ള ജ്യേഷ്ഠനെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അതിൽ ആനന്ദം കണ്ടെത്തിയ ഒരാളാണ് ഔറംഗസേബ്. അതുപോലൊരു സഹോദരി ഉണ്ടായിരുന്നു. ആ സഹോദരിയും സമാനമായിട്ട് തന്നെയാണ് ഔറംഗസേബ് തീർത്തത്. എന്തായാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഔറംഗസേബിൻ്റെ ശവകുടീരം ഏറെ നാളായിട്ട് മാറ്റണം എന്നുള്ള ആവശ്യം മഹാരാഷ്ട്രയിൽ നിന്ന് ഉയരുന്നു. അതിൻ്റെ കാരണം നമുക്കറിയാം, മറാഠ സാമ്രാജ്യം, ഈ മറാഠ കേന്ദ്രീകരിച്ച്, മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് ഒരു സുശക്തമായ ഹിന്ദു സാമ്രാജ്യം കെട്ടിപ്പടുത്തത് മഹാരാജ ശിവജിയാണ്. അപ്പോൾ ആ ശിവജിയെ പലവട്ടം ചതിച്ചു പോലും കൊലപ്പെടുത്താൻ ശ്രമിച്ചയാളാണ് ഔറംഗസേബ്. ഔറംഗസേബിനെ ആക്രമിച്ച് ശിവജി രക്ഷപ്പെട്ടതൊക്കെ നമുക്ക് ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൻ സാംഭാജി ഈ മറാഠ സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ്. ആ സാംഭാജി എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമ, ഛാവ എന്ന് പറയുന്ന ഹിന്ദി സിനിമ വളരെ കൃത്യമായിട്ട് അതിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്.
വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് മതം മാറുന്നോ അതോ മരിക്കുന്നോ, ഇതായിരുന്നു സാംഭാജിയോടുള്ള ചോദ്യം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് മരണത്തെ ഏറ്റുവാങ്ങിയ ആളാണ് സാംഭാജി. ആ സാംഭാജിയുടെ ജീവാഹുതി, ആ ബലിദാനത്തിന് മഹാരാഷ്ട്രയിൽ വലിയ സ്വാധീനമുണ്ട്. മറാഠികൾ ഒന്നടങ്കം ഈ സാംഭാജിയെയും ഛത്രപതി ശിവാജിയെയും ഒക്കെ ഒരു വലിയ എന്താ പറയണ്ടേ, ഹൃദയത്തിലേറ്റി നെഞ്ചിലേറ്റി ആരാധിക്കുന്ന ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത്. നമുക്കറിയാം, അവർ ഈ ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നാണ് ഛത്രപതി ശിവാജിയെയും സംഭാജിയെയും ഒക്കെ അവർ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ രണ്ടുപേരെയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും നിരന്തരം ആക്രമിക്കുകയും അവരെ മതം മാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഭരണാധികാരിയുടെ ശവകുടീരം, അല്ലെങ്കിൽ അതൊരു ഒരു പുരാവസ്തു ആയിട്ട് അത് സൂക്ഷിക്കുന്നത് അവരുടെ അഭിമാനത്തിനോടുള്ള വെല്ലുവിളിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രതിസന്ധിയിലായിരിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരാണല്ലോ. കാരണം ഹിന്ദു സംഘടനകൾ പറയുന്നത് അവർ കർസേവയിലേക്ക് കടക്കുകയാണ്, നിങ്ങൾ സർക്കാർ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തന്നെ അറിയാം, ഞങ്ങൾ ഇടിച്ചു നിരത്തും എന്ന രീതിയിലുള്ള പ്രസ്താവനയുമായി വന്നിട്ടുണ്ട്. അപ്പോൾ സർക്കാർ എന്തായാലും വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാകും. അല്ല, കാരണം എന്തായാലും ജനങ്ങൾ ഒരു തീരുമാനത്തിൽ, കാരണം ആ സിനിമയുടെ പശ്ചാത്തലത്തിൽ തന്നെ ജനങ്ങൾക്ക് ഇനി അത് വേണ്ട, അവിടെ വേണ്ട എന്ന ഒരു കർശനമായ ബജറംഗ് ദളിന്റെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇതിനെതിരായ പ്രക്ഷോഭം അവിടെ നടക്കുന്നത്. ഇത് ഈ പറയുന്നത് പോലെ മഹാരാഷ്ട്ര സർക്കാരിന് ഇതൊരു കീറാമുട്ടിയാണ് ഈ വിഷയം. ഇതെങ്ങനെയെങ്കിലും പരിഹരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് അവർ പറയുന്നത് പോലെ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഔറംഗസേബിന്റെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൊട്ടാരമോ അങ്ങനെ പറ്റുമോ? മറാഠ മണ്ണെന്ന് പറയുമ്പോൾ ഇത് എടുത്ത് മറ്റൊരു പ്രദേശത്ത് വയ്ക്കുമ്പോൾ ഇതിനേക്കാൾ നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ. ഈ നിയമവ്യവസ്ഥയെ അങ്ങനെ എല്ലാവർക്കും വെല്ലുവിളിച്ച് ഇതിനെ അങ്ങ് പൂർണ്ണമായിട്ടും തച്ചുടച്ച് ഇല്ലാതാക്കി കളയാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഒരു സർക്കാരും അങ്ങനെ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിയമപരമായി സർക്കാരെല്ലാം ആണെങ്കിൽ ആത്യന്തികമായി ആ രാജ്യത്തെ ജനങ്ങളുമാണല്ലോ. ജനങ്ങളുടെ പ്രതിഷേധം കണ്ടില്ലെന്ന്, പ്രത്യേകിച്ച് ആ ജനങ്ങൾ, ഈ മറാത്ത ജനങ്ങൾ പിന്തുണച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലുള്ള ഒരു ഫഡ്നാവിസ് ഗവൺമെന്റിന് കുറച്ചുനാൾ ചിലപ്പോൾ മാറി നിൽക്കാൻ കഴിയുമായിരിക്കും. എന്തെങ്കിലും ആത്യന്തികമായി പ്രശ്നം പരിഹരിച്ചേ പറ്റുള്ളൂ. അതെ, ഇത് എത്ര വൈകിച്ചാലും ശരി, ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ അത് ഫഡ്നാവിസ് സർക്കാരിന് വലിയ ഭീഷണിയായി മാറും. എന്തായാലും നമുക്ക് മനസ്സിലാകുന്നിടത്തോളം ഈ പറയുന്നത് പോലെ ഈ ശവകുടീരം അവിടുന്ന് മാറ്റാതെ നിവർത്തിയില്ല. അവർക്ക് മഹാരാഷ്ട്രയിലെ മറാഠികൾ പറയുന്നത് ഇത് മറാഠ മണ്ണിൽ ഇത് വേണ്ട, കാരണം ഞങ്ങളെ നിരന്തരം ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ഞങ്ങളുടെ രാജാക്കന്മാരെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരു ഭരണാധികാരിയാണ്. അത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിച്ചോളൂ, ഞങ്ങളിത് എന്തായാലും ഇവിടെ തുടരാൻ അനുവദിക്കില്ല, ഇത് ഇവിടുന്ന് മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ളതാണ് അവരുടെ നിലപാട്. ആ നിലപാട് ഇനിയിപ്പോൾ അത് ഭാവിയിൽ എങ്ങനെയൊക്കെയാണ് ഇതൊരു നിയമപ്രശ്നമായി മാറി, ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ പ്രശ്നമാണ്. കാരണം ഈ മറാത്തയുടെ വികാരം അറിയണമെങ്കിൽ എല്ലാ കാലത്തും ഹിന്ദുക്കൾക്കെതിരായി, ഹിന്ദു ഐഡിയോളജിക്കെതിരായി പ്രവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി പോലും മഹാരാഷ്ട്രയിൽ പോകുമ്പോൾ ശിവജി അംഗീകരിച്ചാലേ പറ്റൂ. ഇടക്കാലത്ത് അറിയാമല്ലോ, ഈ ഫഡ്നാവിസ് സർക്കാർ ഏറ്റവും പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യമായിരുന്നു, അതിനു മുമ്പല്ലേ ഏക്നാഥ് ഷിൻഡെയുടെ ഗവൺമെന്റിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കിയ സംഭവമായിരുന്നു ശിവജിയുടെ പ്രതിമ തകർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ പ്രതിമ നിർമ്മിക്കും, ഇതിൽ അഴിമതി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ആദ്യം രംഗത്തെത്തിയത് രാഹുൽ ഗാന്ധിയാണ്. അല്ല, ശിവജി മറാഠികളുടെ മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരുടെയും ഒരു വികാരമാണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിലേക്ക് മുഗൾ അധിനിവേശം ദക്ഷിണേന്ത്യയിലേക്ക് വരാതെ തടഞ്ഞു നിർത്തിയ ഒരു മഹാരാജാവാണ് ഛത്രപതി ശിവജി മഹാരാജ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറാഠ സൈന്യം സുശക്തമായ പ്രതിരോധം തീർത്തതുകൊണ്ടാണ് മുഗൾ സേനയ്ക്ക് ദക്ഷിണ ഭാരതത്തിലേക്ക് അങ്ങനെ കടന്നു കയറാൻ പറ്റാത്തത്. അതിലിപ്പുറത്ത് ഹൈദരാബാദിലൂടെയും മറ്റുമൊക്കെ വരാൻ ശ്രമിച്ചെങ്കിലും അത് വേണ്ടത്ര വിജയിച്ചില്ല. അപ്പോഴും ദക്ഷിണേന്ത്യ വളരെ സുരക്ഷിതമായിട്ട് നിലകൊണ്ടു. ഇടയ്ക്ക് ടിപ്പു സുൽത്താനും ആർക്കാട്ട് നവാബും ഹൈദരാബാദ് നൈസാമും ഒക്കെ ഉയർന്നു വന്നെങ്കിലും അവർക്കൊന്നും വിചാരിച്ചതുപോലെ ദക്ഷിണ ഭാരതത്തെ പിടിച്ചടക്കാനും കീഴടക്കി അവരുടെ എന്താ പറയുക ഭരണത്തിൽ കൊണ്ടുവരാനും സാധിച്ചില്ല. അതിനൊക്കെ ഒരുപാട് വെല്ലുവിളി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിരോധം തീർത്തത് മറാഠികളാണ്. ശിവാജി മഹാരാജാവിൻ്റെ നേതൃത്വത്തിലാണ്. അദ്ദേഹത്തിൻ്റെ മകനും ഒട്ടും മോശമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെ ഔറംഗസേബ് ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അവരെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ഈ മുഗൾ സാമ്രാജ്യം വികസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഭാരതത്തെ സമ്പൂർണ്ണമായിട്ടും ഇസ്ലാമികവൽക്കരിക്കണമെങ്കിൽ ശിവജി മഹാരാജാവും അദ്ദേഹത്തിൻ്റെ അനന്തര തലമുറയും
ഇല്ലാതാകണം എന്നും ഔറംഗസേബിനെ അറിയാമായിരുന്നു. അതിന് ഔറംഗസേബ് ശ്രമിക്കുകയും ചെയ്തു, പക്ഷെ വിജയിച്ചില്ല. ആ സാഹചര്യത്തിൽ ഈ അവരുടെ പടയോട്ടം, ഇതിൻ്റെ ചെറുത്തുനിൽപ്പെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മാസങ്ങളും വർഷങ്ങളുമല്ല നീണ്ടു നിന്നത്, അനേക കാലം നീണ്ടു നിന്നു. അത്രയും കാലം ഈ ജനത, മറാഠികൾ അനുഭവിച്ച പീഡനം, അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അവരനുഭവിച്ച ദുഃഖം ഒന്നും ചെറുതല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പിൻതലമുറയ്ക്കും അത് ആ ദുഃഖത്തിൻ്റെ, ആ പീഡനത്തിൻ്റെ ഒക്കെ കഥകൾ കേട്ട് വളർന്ന അവർക്ക് ഒരിക്കലും ഇതിനോട് യോജിക്കാൻ സാധിക്കില്ല. അതാണിപ്പോൾ ആര് ഭരിച്ചാലും, BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ആര് ഭരിച്ചാലും ഇത് ഞങ്ങൾ അനുവദിക്കില്ല, ഇതിനിവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് മറാഠികൾ വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും മറാഠ എന്ന് പറയുന്ന നമ്മൾ ഈ തമിഴ് വികാരം നമ്മൾ പറയാറുണ്ടല്ലോ, അതിനേക്കാളും ഒക്കെ വളരെ വളരെ ശക്തിമത്തായ, വളരെ ആഴത്തിൽ വേരുകളുള്ള, ചരിത്രപരമായിട്ട് തന്നെ വലിയ സ്വാധീനമുള്ള ഒരു ജനവിഭാഗമാണ് ഈ മറാഠികൾ. ആ മറാഠ വികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് ഈ പറയുന്നത് പോലെ ശിവാജി മഹാരാജാവിൻ്റെയും സംഭാജിയുടെയും ഒക്കെ ചരിത്രം അവിടെ ഇങ്ങനെ ജീവൻ തുടിച്ച് നിൽക്കുകയാണ്. അത് ഒരിക്കലും അതിനെ നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു സമവായത്തിൻ്റെ മാർഗം കണ്ടെത്തി ആ ശവകുടീരം അവിടുന്ന് മാറ്റി മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കുന്ന, മറ്റേതെങ്കിലും ഈ മുഗൾ വംശജരുടെ മറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയി സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഈ പറയുന്നത് പോലെ ഫട്നാവിസ് സർക്കാർ കൃത്യമായൊരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. സർക്കാരിൻ്റെ പ്രതികരണം വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ മറാഠികളുടെ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. അതിന് വിശ്വ പരിഷത്തും ബജ്രംഗ് ദളും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയാം.